ഒരു മാമ്പഴക്കാലത്ത് ഇതുപോലുള്ള ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം വീട്ടിലുണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ഓലെ എന്തിനാ പറ്റുക? ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ട് എന്നാലോ കൊതിയൊന്നും തീരൂല, മക്കൾക്കായാലും നമുക്കായാലും ഒന്നും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇപ്പം മാമ്പഴം മാവിൽ ഇഷ്ടം പോലെ പഴുത്ത് കൊഴിഞ്ഞ് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആളുകൾ പോലും ആ മാമ്പഴം അവിടെ വെച്ചിട്ട് കടയിൽ പോയിട്ട് കുട്ടികൾക്ക് ഇതുപോലെ മാമ്പഴത്തിൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തിട്ട് പൈസ കളയണോല് അത് നിർത്തിയിട്ട് എന്ത് ചെയ്യുക? ഇതുപോലെ ഇപ്പോൾ അറിയാം, ഇതൊക്കെ ഇഷ്ടം പോലെ കഴിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഒക്കെ ഇഷ്ടമാണ് ഈ മാമ്പഴത്തിൻ്റെ ഐസ്ക്രീം. അപ്പോൾ നമ്മൾ സാധാരണ ഐസ്ക്രീം കടയിൽ നിന്ന് എങ്ങനെയാണോ കിട്ടുന്ന രുചി, ആ ഒരു രുചി തന്നെയായിട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം നമുക്ക് 2 or 3 പഴുത്ത മാമ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു സ്കൂളൊക്കെ പൂട്ടിയ ടൈമിൽ നിങ്ങൾ എന്തായാലും ഒരു 2-3 മാമ്പഴം വെച്ചിട്ട് ഇതുണ്ടാക്കി നോക്കണം. പിന്നെ നമ്മളെ വീട്ടിലില്ല, ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇനിയിപ്പോൾ കടയിലായാലും നല്ല വില കുറഞ്ഞിട്ട് മാമ്പഴം കിട്ടാനുണ്ട്. ഒരു 2-3 മാമ്പഴം വാങ്ങാൻ വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടിയിലൊക്കെ നിറയെ മാമ്പഴം കുറഞ്ഞ വിലക്ക് കിട്ടണേ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് പൂതി തീരെ വാങ്ങി കഴിക്കാനും കഴിയുക. ഇനിയിപ്പം മാങ്ങയൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്നിന് തന്നെ 75-80 രൂപയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷേ ഈ ഒരു മാങ്ങൻ്റെ ആ ഒരു സീസണിൽ നമ്മൾ എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിലും കുറഞ്ഞ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് പൂതി തീരെ മാങ്ങ കഴിക്കാനും മാങ്ങൻ്റെ ജ്യൂസ് കഴിക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള മാമ്പഴ ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ല പറ്റിയ ടൈം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഈ ഐസ്ക്രീം ഒക്കെ എല്ലാവർക്കും ഒരു കഴിക്കാൻ പറ്റിയ ഒരു ടൈമുമാണ്. എത്ര കഴിച്ചാലും പൂതി തീരാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ മാങ്ങ നിങ്ങൾ കണ്ടില്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും ചെത്തിയെടുക്കട്ടെ. തൊലി ചെത്തുന്നതിനേക്കാളൊക്കെ സുഖമാണ് നമ്മൾ വീട്ടിലിങ്ങനെ ഇമ്പിളിയായിട്ട് ഇങ്ങനെ വരുന്ന മാമ്പഴം വേഗം ചെത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തൊലി ഇങ്ങനെ പീതെടുത്താൽ മതിയാവും. വേണമെങ്കിൽ നമുക്ക് ആ ഒരു പീലർ കൊണ്ട് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കത്തി കൊണ്ട് തൊലി ചെത്തൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമ്മളെ ചെറുപ്പകാലത്ത് കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ടൈമിൽ സ്കൂളൊക്കെ കൂട്ടുന്ന ടൈമിലാണല്ലോ എന്നും ഈ ഒരു ചൂടുകാലവും മാങ്ങകൾ വീയലും കൊയ്യലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, മൂച്ചൻ്റെ ചോട്ടിൽ തന്നെയാണ് അധികം കുട്ടികളും. എന്നിട്ട് പോയിട്ട് തൊലിയൊന്നും നമ്മൾ കഴിക്കൂല, കാരണം ഇഷ്ടം പോലെ മാങ്ങ വീണ ടൈമല്ല. അപ്പം ഞാനൊക്കെ എങ്ങനെയാണ് കേട്ടോ, ഞാനും നമ്മളെ കൂടെയുള്ള കുട്ടികളൊക്കെ എങ്ങനെയാണ് മാങ്ങ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ തൊലി പിയ്യുക, എന്നിട്ട് ഈമ്പി കഴിക്കുക. അപ്പം അങ്ങനെയൊക്കെ കഴിച്ച കാലം കുട്ടിക്കാലൊക്കെ ഓർമ്മയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഈ നാട്ടിൻപുറത്തുള്ളവരൊക്കെയാണ് ഇങ്ങനെ ഇഷ്ടംപോലെ മാങ്ങ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിൽ അധികം വീടുകളിലുള്ള മാവൊക്കെ മുറിഞ്ഞ് അടുത്തടുത്ത് വീടൊക്കെ വന്ന്, ഞാൻ എൻ്റെ ഒരു കാലം വെച്ചിട്ടാട്ടോ പറഞ്ഞേ. അപ്പം ഏതായാലും ഞാനിപ്പോൾ ഒരു 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു 3-4 മാങ്ങ ഉണ്ടെങ്കിൽ തന്നെ ഒരു വീട്ടിലുള്ള ആളുകൾക്കൊക്കെ പൂതി തീരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതന്നെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് എടുക്കട്ടോ. പിന്നെ ഏത് മാങ്ങ വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം. അതിന് ഒരു പ്രത്യേകിച്ചൊരു മാങ്ങ എന്നൊന്നുമില്ല. പിന്നെ ചില മാങ്ങകളൊക്കെ ഉണ്ടാവും ടേസ്റ്റ് കുറഞ്ഞ മാങ്ങ, അതൊന്നും പറ്റൂല എന്ന് വിചാരിക്കണം, ഒക്കെ പറ്റും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. ഏതായാലും ഞാൻ ആ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ചെത്തി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാ ഇതുപോലൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇപ്പോൾ ഈ മാങ്ങനെ കൊണ്ട് പറഞ്ഞില്ല ഒരു തന്നെ അരിപ്പൊടി ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിലേക്കൊരു പിഞ്ച് നമുക്ക് മാമ്പഴത്തിൻ്റെ ആ ഒരു ഐസ്ക്രീം നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളുടെ പൊടി കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറൊക്കെ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, അതും കൂടെ ചേർത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ചിങ്ങനെ ഇളക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു
ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. ഉള്ളിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കൂടി എന്നുള്ള പേടി വേണ്ട. വെള്ളം കുറച്ച് കൂടി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണിലേക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ആവശ്യമുണ്ടാവും. കാരണം ഇത് തിളക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ അടുത്ത് എപ്പോഴാണോ എത്തണേ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാവിൻ്റെ ചുവട്ടിലുള്ള മാങ്ങ എടുത്തിട്ട് എന്ത് തന്നെയാണെങ്കിലും വേറെ ഒന്നും നോക്കേണ്ട. കുട്ടികളൊക്കെ ഒരു കൊതിയുള്ള കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐസ്ക്രീം. ആ ഐസ്ക്രീം നമ്മളൊന്ന് വാങ്ങി കഴിക്കണമെങ്കിൽ വലിയ വിലയൊക്കെ കൊടുത്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയാൽ പിന്നെന്താ നിങ്ങൾ വീട്ടിൽ മാങ്ങ ഇല്ലെങ്കിലും ഇല്ലാത്ത സമയത്ത് 1-2 മാങ്ങ കടയിൽ നിന്ന് വാങ്ങിയിട്ടാലും നിങ്ങൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കൂട്ടോ. ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇത് ഒന്ന് കത്തിച്ചപ്പോത്തിന് തന്നെ കുറച്ചൊന്ന് തിളക്കാൻ വേണ്ടി ആയപ്പോത്തിന് തന്നെ ഇത് റെഡി ആയിക്കണം. അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കി കട്ടാക്കിയിട്ട് മാറ്റി വെച്ചിക്കണേ. ഇനി ഇവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം ഓപ്ഷനിലാണ്, നിങ്ങളെ അടുത്ത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പക്ഷേ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവില്ല ഒരു ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ്. അത് നമുക്ക് കുറച്ച് കിട്ടുകയുള്ളൂ. ഒരു 10 രൂപക്കൊക്കെ ചെറിയൊരു പേക്ക് ഐസ്ക്രീമേ കിട്ടുകയുള്ളൂ. ഒരു 50 റുപ്യക്കൊക്കെ 50 റുപ്യക്കൊന്നും വല്ലാതെ കിട്ടൂല. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണത് ഈ ഒരു വിപ്പിംഗ് ക്രീം ചേർക്കുമ്പോൾ കേട്ടോ. നമുക്കൊരു 50 രൂപൻ്റെ അങ്ങനത്തെ ഒക്കെ ചെറിയൊരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമൊക്കെ വാങ്ങിയാൽ തന്നെ കുറേ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു 3-4 കുഞ്ഞിക്കയിൽ വിപ്പിംഗ് ക്രീം എടുത്തുകാണ്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കറക്കിയപ്പോൾ ഇതാ ഒന്ന് വിപ്പായിട്ടുണ്ട്. ഒരുപാട് വിപ്പാവണ്ട കേട്ടോ. നമ്മൾ കേക്കിലൊന്നും പൂ വരക്കാനൊന്നും അല്ലല്ലോ, നമുക്കിത് ഉണ്ടാക്കാനല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കറക്കിയെടുക്കണ്ട. കുറച്ചൊന്ന് കറക്കുമ്പോഴേക്കും അത്യാവശ്യം നമ്മളൊരു മയോനൈസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്തട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ആ ഒരു വിപ്പിംഗ് ക്രീം അടിച്ച മിക്സിക്ക് തന്നെ മാങ്ങ ഇട്ടിക്കണേ. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ചൊരു ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ ചേർക്കണം എന്നൊന്നുമില്ല, നമുക്ക് വീഡിയോയിൽ നല്ലൊരു കളർ യെല്ലോ ഷെയ്ഡ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഫുഡ് കളർ ചേർക്കണത്. നിങ്ങൾക്ക് വീഡിയോക്കൊന്നും വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഫുഡ് കളറൊന്നും ചേർക്കണ്ട കേട്ടോ. വലിയൊരു ഗുണമുള്ള സാധനമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്താൽ, വാനില എസൻസ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതാ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള ഈ അരിപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയിൽ നല്ലോണം മഞ്ഞളിട്ടുകൊണ്ട് തന്നെ നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയിലും മഞ്ഞളിടണോ ഇടണ്ടേന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി. പക്ഷേ ഈ ഒരു മഞ്ഞൾ ഇതിലിട്ട് വെച്ചിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിൻ്റെ കുത്തോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതും കൂടി ഇതിലേക്ക് നന്നായിട്ട് വടിച്ചിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിത് എല്ലാം കൂടെ ഒന്നും കൂടെ കറക്കിയെടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റിലൊന്ന് കറക്കുന്ന സമയത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല. വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കി നോക്കട്ടെ. എന്നിട്ട് നല്ല തിക്കാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് അടിച്ചിക്കണ്. അപ്പം നല്ല തിക്ക് തന്നെയാണ്. അപ്പോൾ കുറച്ചൊരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഐസ്ക്രീം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ലേശം ഒരുപാട് വേണ്ട കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിന് ആയിട്ടില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതേ രൂപത്തിലായിരിക്കണം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം അങ്ങോട്ട് ഒഴിവാക്കിക്കൊള്ളട്ടോ. ഈ ഒരു മാങ്ങനെ മാത്രം മതിയാവും. ഈ ഒരു മാങ്ങ മാത്രം അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കട്ടോ. വിപ്പിംഗ് ക്രീം ചിലപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവില്ല. ഇനിയിപ്പോൾ വാങ്ങാനൊക്കെ നല്ലോണം പൈസ കൊടുക്കണം, ഇനിയിപ്പോൾ അതെന്താ എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 രൂപേൻ്റെ പാൽപ്പൊടി ഇതിൽ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി മാങ്ങിയാൽ കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണ്ടേ. അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് കുത്തി ഉടക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു സ്പാച്ചില ചട്ടക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കൊക്കെ ഇത് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ബീറ്റർ തന്നെ, ഇനിയിപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടും ഇത് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ബീറ്ററൊക്കെ വെച്ചിട്ട് നമ്മൾ വിപ്പ് ചെയ്യുമ്പോൾ നല്ല കേക്കുമ്മൽ ഫ്ലവറൊക്കെ വരയ്ക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരിക്കും.
പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് സാധാരണ ഒരു ലൂസ് മയോണൈസൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിൽ മതി. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് മിക്സിൻ്റെ ജാർ തന്നെയാണ് കേട്ടോ. ഏതായാലും ഇത് അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തു. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലാണ് ഞാൻ വെച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഈ ഒരു ബൗളിൽ തന്നെ നല്ലോണം ഒന്നാണ്ട് ഇതാക്കിയാണ്ടൊന്നാണ് മൂടി വെച്ചുകൊണ്ട് സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താ പറയുക ഇതുകൊണ്ടുള്ള ഗുണം, ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ വേണ്ടാത്തതൊന്നും ചേർക്കൂല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ ശരീരത്തിന് പറ്റാത്തൊക്കെ ചേരുമോ എന്നുള്ള പേടിയോണ്ടൊക്കെ അധികം ആളുകളും കുട്ടികൾക്കൊന്നും വല്ലാതെ ഐസ്ക്രീമൊന്നും വാങ്ങി കൊടുക്കില്ല, കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്താണുള്ള ഗുണം എന്നറിയാം, നമുക്കൊരു പേടിയും പേടിക്കേണ്ട. നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണ്, ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഇത് വേറെ ഉണ്ട്, നമുക്കൊരു വിശ്വാസമാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ പോരാത്തതിന് നമ്മളൊരു കുറച്ച് ഒരു 50-100 രൂപേൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീട്ടിൽ കുട്ടികൾക്കായാലും നമുക്കായാലും ഒന്നും ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മാമ്പഴത്തിൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങണമെങ്കിൽ ഇനിയിപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു സീസൺ അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങൊക്കെ വാങ്ങണം. ഒരു മാങ്ങക്ക് ഞാൻ പറഞ്ഞില്ല നല്ല വില കൊടുക്കണം ആ ഒരു ചില ടൈമിൽ. പക്ഷേ ഈ ഒരു ടൈമിലാകുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് വീട്ടിലില്ല മാങ്ങാന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ പോലും വലിയൊരു ചിലവില്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇതുപോലുള്ള ട്രേയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കണ പാത്രത്തിന് മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൂടിയിട്ടാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിൽ വെക്കുകയാണെങ്കിലും അത് മൂടി വെച്ചാൽ നല്ലതാണ്. പക്ഷെ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചിട്ട് നമ്മളിത് വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്തുകൊണ്ട് എന്താ അറിയോ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടുക. അപ്പോൾ ഒരു 5-8 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് സെറ്റ് ചെയ്യണത്. കാരണം പകൽ സെറ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താ അറിയുക, പകൽ ഞാനിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഋതുവിനൊന്ന് സ്കൂളില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തായാലും ഇത് 2-3 വട്ടം തുറന്ന് ചിലപ്പോൾ തോണ്ടും, വിരലുകൊണ്ട് ഇങ്ങനെ തോണ്ടും. അപ്പോൾ അവിടെ അടയാളം വരുന്ന പോകും. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് കോരി അത് സെറ്റാണതിൻ്റെ മുമ്പ് തന്നെ കഴിക്കൽ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ രാത്രിയിലാവുമ്പോൾ എന്താ അറിയുള്ളൂ ഗുണം, രാത്രി സെറ്റ് ചെയ്ത് വെച്ചാൽ രാവിലെ ആയിട്ടല്ലാതെ എന്തായാലും അത് തുറക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഈ ചെറിയ മക്കളൊക്കെ വീട്ടിൽ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, രാത്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ രാവിലെ ഒരു 8-9 മണിയൊക്കെ ആയിട്ട് നിങ്ങൾ ചായയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരത്തിൽപ്പെടും കേട്ടോ. കുട്ടികളോട് എടുക്കല്ലേ ഫ്രിഡ്ജ് തുറക്കല്ലേ എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഐസ്ക്രീം അടിപൊളിയാണ്. ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. ഇതാ അപ്പോൾ എന്താ അറിയുക, നമുക്കൊരു 2-3 മാങ്ങ വെച്ചിട്ട് ഇനിയിപ്പോൾ മാങ്ങൻ്റെ അളവ് കൂടി അരിച്ചിട്ടും കുഴപ്പമില്ല, കുറഞ്ഞ് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പാൽപ്പൊടിയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒരു വെറൈറ്റി രുചി കിട്ടും. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തോളി. വിപ്പിംഗ് ക്രീം ഇല്ല, പക്ഷെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ രുചിയായിരിക്കും. ഈ ഒരു ടെക്സ്ചറിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഐസ് ഉണ്ടാക്കട്ടോ. കുറച്ച് ഇത് ഒന്നും കൂടെ ലൂസാക്കി അടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചൊരു കോലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഐസും ഇതുണ്ടല്ലോ അതാണ് കുൽഫി, അതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ നല്ല രുചിയാണ് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇതിപ്പോൾ തന്നെ ഇവിടെ പാത്രം ഒഴിയും, ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഐസ്ക്രീമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും വാങ്ങാൻ കഴിയൂല. അപ്പോൾ ഇതുപോലുള്ള ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനും കൊടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളി. കാരണം കുറഞ്ഞ ചെറിയ വിലൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇത് അടിക്കുന്ന സമയത്ത് കുറച്ച് പാൽ ചേർത്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് അടിച്ചില്ലേ മാങ്ങ അങ്ങനത്തൊക്കെ, ആ ഒരു സമയത്ത് കുറച്ച് പാല് ചേർത്തിട്ട് അടിച്ചാലും മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ അരിപ്പൊടി കലക്കി വേവിച്ചില്ലേ, അരിപ്പൊടി കലക്കി വേവിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടാണ് കലക്കി വേവിക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഐസ്ക്രീമിന് ഒരു വെറൈറ്റി രുചി തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും നല്ലൊരു ഐസ്ക്രീം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാകട്ടെ. ഇത്രത്തോളം യെല്ലോ കളർ നിങ്ങൾക്ക് വേണോ വേണ്ടെന്നൊക്കെ
എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. കാരണം മാങ്ങയ്ക്ക് തന്നെ നല്ല കളറുണ്ട് കേട്ടോ. ചില മാങ്ങയ്ക്ക് വലിയൊരു കളർ ഉണ്ടാവില്ല. ഞാനിപ്പോൾ എടുത്ത മാങ്ങകൾ കണ്ടില്ലേ, നല്ല കളറുള്ള മാങ്ങയാണ്. അത് അടിച്ചപ്പോൾ തന്നെ നല്ല ഒരു ഓറഞ്ച് കളറാണ്. അതിക്ക് പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്തപ്പോഴേ നല്ല കളറായതാണ്. അപ്പോൾ ഇതാ റിതുപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ടേ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം. കഞ്ഞും ചോറൊന്നും വേണ്ട, ഇമ്മരത്തൊക്കെ നല്ലോണം വേണം. അപ്പോൾ എന്താ അറിയോ, ഞാൻ ഉണ്ടാക്കിയതാണ്. ഓളെ വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയത്. ചിലതൊക്കെ ഞാൻ വീഡിയോ എടുക്കും, ചിലതൊന്നും വീഡിയോ എടുക്കൂല. കാരണം വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുത്താലെന്താ അറിയോ, എല്ലാവർക്കും എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സന്തോഷമാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ ഇതുപോലുള്ള മക്കൾ, ഓൾക്കൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരിട്ടോ. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.